റിപ്പോർട്ടർ ചാനലിനെതിരെ കേസെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ്. വട്ടിയൂർക്കാവ് UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പരാതിയിലാണ് കേസ്. കോൺഗ്രസ് റാലിയിൽ ആളെ കൂട്ടാൻ പരസ്യം നൽകിയെന്ന റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തയിലാണ് പരാതി. വ്യാജവാർത്തയിലൂടെ പ്രകോപനം സൃഷ്ടിക്കുകയും ലഹളയുണ്ടാക്കാൻ പ്രേരിപ്പിച്ചതുമായാണ് പോലീസ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഇപ്പോൾ പരാതിയിൽ ചാനലിനെതിരെ കേസ് വരെ എടുത്തിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും വലിയ സജീവമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നു. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച ഒരു വാർത്ത റിപ്പോർട്ടർ ചാനൽ നൽകുന്നത്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഒരു റാലി നടക്കുന്നുണ്ട്. ആ റാലിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് 20 പേർക്ക് ഈ ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 511 രൂപയും അതോടൊപ്പം തന്നെ ഭക്ഷണവും നൽകും എന്നതായിരുന്നു. ഉച്ചയോടുകൂടിയാണ് ഈ പറയുന്ന പവർ സപ്ലൈ ആപ്പിലൂടെ അത്തരത്തിലുള്ളൊരു പരസ്യം വരുന്നത്. അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് അത് വരുന്നത്. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം അത് നീക്കം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിലാണ് കെ മുരളീധരൻ പരാതി നൽകുന്നത്. അതൊരു തെറ്റായ വാർത്തയാണ്, വ്യാജമായ പ്രചരണമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പരാതി നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ FIR പറയുന്നത് ഇങ്ങനെയാണ്: വട്ടിയൂർക്കാവ് അസംബ്ലി നിയോജക മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പരാതിക്കാരനായിട്ടുള്ള കെ മുരളീധരനെ അധിക്ഷേപിക്കണമെന്നും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് ലഹള ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 29/3/2026 തീയതി 12:40 മണിക്ക് മുമ്പുള്ള ഏതോ സമയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നടത്തുന്ന റാലിയിൽ പങ്കെടുക്കുന്നതിന് കൂലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് ഒരു പവർ സപ്ലൈ ആപ്പ് വഴി പരസ്യം നൽകിയതായി റിപ്പോർട്ടർ ചാനൽ സ്ഥാപനത്തിലൂടെ വ്യാജ വാർത്ത ടെലികാസ്റ്റ് ചെയ്തും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചും ആവലാതിക്കാരന്റെയും പാർട്ടി പ്രവർത്തകർക്കിടയിലും പ്രകോപനം സൃഷ്ടിക്കുന്നതിനും ലഹള ഉണ്ടാക്കുന്നതിനും പ്രേരിപ്പിച്ചു എന്ന കുറ്റം ചെയ്തിട്ടുള്ളതായി പറയുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും അവസാനം ഇതിൽ പ്രകോപനം സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ ലഹള ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചു എന്ന കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ FIR-ൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് സ്വാഭാവികമായും നമ്മൾ ഇനി അടുത്ത നടപടി എന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്നത് ഈ ആപ്പിന്റെ അധികൃതരെ വിളിച്ചു വരുത്തും, അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ അത്തരത്തിൽ എന്തെങ്കിലും പരസ്യം നൽകിയിരുന്നോ അതോ മറ്റാരെങ്കിലും നൽകിയോ അതൊരു വ്യാജ പ്രചരണമായി മാറുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും ഇതൊരു തെറ്റായ പ്രചരണം എന്ന നിലയിൽ കണക്കുകൂട്ടി തന്നെയാണ് ഇപ്പോൾ ചാനലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്.